ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. ഇന്നത്തെ പയൽ റീഡിങ്ങിലുള്ള ടോപ്പിക് ഇതാണ്: നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. എന്നത്തെയും പോലെ നമുക്ക് 2 പൈല് തന്നെ എടുക്കാം. ആദ്യത്തെ ഗ്രൂപ്പുകാർക്കുള്ള കാർഡ് നോക്കാം. അവരുടെ റിലേഷൻഷിപ്പിൽ അവർ ഇപ്പോൾ അറിയേണ്ട കാര്യങ്ങൾ. ആദ്യത്തെ ഗ്രൂപ്പുകാർ അറിയേണ്ട കാര്യങ്ങൾ. ഇതാണ് കാർഡ് നമ്പർ 1. കാർഡ് നമ്പർ 2 നോക്കാം. കാർഡ് നമ്പർ 2കാർ അവരുടെ റിലേഷൻഷിപ്പിൽ അവർ ഇപ്പോൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇതാണ് കാർഡ് നമ്പർ 2. അപ്പൊ ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ഗ്രൂപ്പുകാരുടെ റിലേഷൻഷിപ്പിൽ അവർ എന്താണ് അറിയേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എക്സ്പെക്ടേഷൻ. റിലേഷൻഷിപ്പിൽ എന്ന് തന്നെയല്ല, ഒന്നിലും ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ച് പുലർത്തുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു സാഹചര്യം, അതിപ്പോൾ അവർ കടന്നു വന്ന സാഹചര്യം ആയിക്കോട്ടെ, ഇപ്പോഴുള്ള സാഹചര്യം ആയിക്കോട്ടെ, അതനുസരിച്ച് അവർ ചെയ്യുന്നത്, നിങ്ങളിൽ ചെയ്യുന്നത്, നിങ്ങളോട് പെരുമാറുന്നതിൽ വ്യത്യാസം വരും. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കാത്തതാണ് നല്ലത്. ഇപ്പം നിങ്ങൾ ഓൾറെഡി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഈ കാർഡ് വന്നിട്ടുണ്ടായിരിക്കാം. എന്താണ് നിങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നത് മറ്റുള്ള ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തുറന്നു പറയുക ഒന്നില്ലെങ്കിൽ. അല്ലെങ്കിൽ അതിന്റെ വഴിക്ക് വിടുക. അതാണ് ഇവിടെ ലഭിക്കുന്ന മെസ്സേജ്. കൂടുതൽ എക്സ്പെക്ടേഷൻ നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുക മാത്രമാണ് ചെയ്യുക. അതാണ് ഇവിടെ ആദ്യത്തെ ഗ്രൂപ്പുകാർക്കുള്ള മെസ്സേജ്. രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്കുള്ള മെസ്സേജ് നമുക്ക് നോക്കാം. ഓക്കെ, ടോളറേറ്റിംഗ് അബ്യൂസ്. ഏത് രീതിയിലുള്ള അബ്യൂസ് ആണെങ്കിലും അത് ക്ഷമിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആരുടെയും അടിമയല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തികളെ മാത്രമാണ് നിങ്ങൾ കെയർ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങളെപ്പോഴും ഒരു അടിമയായി കണ്ട് നിങ്ങളിലൂടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കുന്ന, നിങ്ങളെ മുതലാക്കുന്ന അവരിൽ നിന്ന് പിന്മാറി നിൽക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. നിങ്ങൾ നിങ്ങളെയാണ് നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്കുള്ള മെസ്സേജ്. അപ്പോൾ താങ്ക് യു ഡിയേഴ്സ്.